ദിവ്യമന്നയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 9 ഞായർ. ചിന്താവിഷയം മാമോദീസായിലൂടെ ക്രിസ്തുവിലെ സത്വബോധം. ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് മാർക്ഡ് ബൈ ബാപ്റ്റിസം. യേശു ക്രിസ്തുവിന്റെ വ്യക്തമായ ആജ്ഞയുള്ള ഒരു കൂദാശ എന്ന നിലയിൽ വിശുദ്ധ മാമോദീസായ്ക്ക് സഭ നൽകിയിരിക്കുന്ന സ്ഥാനം അദ്വിതീയമാണ്. വിശുദ്ധ സ്നാപനത്തിന് ദൈവശാസ്ത്രപരമായ വിശദീകരണവും വ്യാഖ്യാനവും നൽകാൻ ആദിമസഭ വളരെ ശ്രദ്ധിച്ചിരുന്നു. അതിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നൽകിയ നിർവചനവും ചിന്തകളും എക്കാലവും ശ്രദ്ധേയവും വ്യക്തമായ മാർഗരേഖയുമാണ്. ന്യായപ്രമാണത്തിന്റെ നിയമമായിരുന്ന പരിച്ഛേദന സങ്കുചിതവും എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആവാത്ത നിയമവുമായിരുന്നു. അത് ലംഘിക്കാനാവാത്ത പ്രമാണമായി വിശ്വസിച്ചിരുന്ന സമൂഹത്തിൽ വിശുദ്ധ മാമോദിസ എന്ന പാവനമായ കർമ്മത്തെ അവതരിപ്പിക്കുന്നത് ആയാസരഹിതമായിരുന്നില്ല. അപ്പോസ്തല കാലഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധമായ ഭിന്നാഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 15:1 ഇപ്രകാരം കാണുന്നു: യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഈ ഉപദേശത്തെ യേശുക്രിസ്തുവിന് ദൃശ്യമാക്കിയ വിശാലമായ വീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ പൗലോസ് ഖണ്ഡിച്ചു. ഗലാത്യർ 6:15 ഇപ്രകാരം പറയുന്നു: പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. യാതൊരു ഭേദവും കൂടാതെ ഏവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മാമോദീസായാൽ ക്രിസ്തുവിനോടും അവിടുത്തെ ശരീരമായ സഭയോടും ഐക്യപ്പെടുന്ന ആത്മീയ അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തലൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. പുതുമയുള്ളതും ആത്മാവിനാൽ നയിക്കപ്പെടുന്നതുമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ് മാമോദീസ. അതാണ് ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ. വിശുദ്ധ മാമോദീസായാൽ യേശുവിന്റെ മരണ പുനരുദ്ധാന അനുഭവങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് നിസ്തുലമായ ജീവിതചര്യയിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ സ്നാപനം വിഭാഗീയതയുടെ മതിലുകളെ തകർത്ത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന അനുഭവമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രകടമാക്കുന്ന ഐക്യവും സാഹോദര്യവും മാമോദീസായുടെ മുഖമുദ്രയാണ്. മാമോദീസ സ്വീകരിച്ച സമൂഹം ക്രിസ്തുഭാവമുള്ളവരും അവന്റെ സാക്ഷികളുമായി അറിയപ്പെടുമ്പോഴാണ് ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായും പരിണമിക്കുന്നത്. ആദിമസഭ ഈ അനുഭവങ്ങളെ തെളിവാർന്ന സാക്ഷ്യം പ്രകടമാക്കിയവരായിരുന്നു. അവർ ജീവിതയാത്ര ഹൃദ്യമാക്കിയവരും ലക്ഷ്യനിഷ്ഠമായി പ്രയാണം ചെയ്തവരുമായിരുന്നു. ഈ സമൂഹം എല്ലാ മേഖലകളെയും സുന്ദരമാക്കി. മാമോദീസായാൽ ഇടപ്പെട്ടവർ എന്ന ചിന്ത അവരെ ശക്തമായി ഭരിച്ചിരുന്നു. അതിനാൽ ധാർമ്മികതയിലും സാമൂഹിക പ്രതിബദ്ധതയിലും വിശ്വാസ സമൂഹം മുൻപന്തിയിലായിരുന്നു. ഇപ്രകാരമുള്ള ക്രൈസ്തവ സമൂഹം ലോകത്തിന്റെ പുരോഗതിയിൽ ശക്തമായ സ്വാധീനം ചെലുത്തി എന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാവില്ല. അജ്ഞതയെ അകറ്റി ഇരുളിനെ പ്രകാശമാക്കി പുതിയ മാനവീയത സൃഷ്ടിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിഞ്ഞു എന്ന ചരിത്ര സത്യം ഒരു വലിയ സാക്ഷ്യമാണ്. മാമോദീസായിലൂടെ ക്രിസ്തുവിലെ സത്വബോധം തിരിച്ചറിയേണ്ടതാണ്. ഈ തിരിച്ചറിവ് പൈതൽ പ്രായം മുതൽ ഒരു വ്യക്തിയിൽ ക്രമാനുഗതമായി വളരേണ്ട അനുഭവമാണ്. വിവിധ ചിന്തകളുടെ വിശദീകരണങ്ങൾ വേദഭാഗങ്ങൾ ദൃശ്യമാണ്. ഒന്നാം പാഠഭാഗം പുറപ്പാട് 14:15 മുതൽ 31 വരെ. ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ വിവരണമാണ് വേദഭാഗം. ദൈവിക കരുതൽ ഇവിടെ ദൃശ്യമാണ്. രണ്ടാം പാഠഭാഗം 1 പത്രോസ് 3:18 മുതൽ 22 വരെ. ദൈവത്തിൽ നിന്നും അകന്നുപോയവരെ ദൈവത്തിലേക്ക് നന്മയിലേക്ക് നയിക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ വിവരിക്കുന്നു. സ്നാപനത്തിന്റെ പരാമർശവും ശ്രദ്ധേയമാണ്. ലേഖന ഭാഗം 1 കൊരിന്ത്യർ 12 മുതൽ 20 വരെ. വ്യത്യാസങ്ങൾ കൂടാതെ വിശുദ്ധ സ്നാപനത്താൽ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. മഹത്തായ സത്യത്തിന്റെ വിശദീകരണമാണ് വേദഭാഗം. വിശുദ്ധ സ്നാപനം അതിന് മുഖാന്തരമാകുന്നതായി പറയുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ 3:1 മുതൽ 8 വരെ. പരീശനും യഹൂദ പ്രമാണിയുമായിരുന്ന നിക്കോദിമോസും യേശുവും തമ്മിലുള്ള അർത്ഥപൂർണമായ ഒരു ദൈവശാസ്ത്ര സംവാദമാണ് വേദഭാഗം. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഈ സംഭവമോ നിക്കോദിമോസിനെ കുറിച്ചുള്ള പരാമർശങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. നിക്കോദിമോസ് യേശുവിനെ കുറിച്ചും അവന്റെ മനോഭാവങ്ങളെ കുറിച്ചും അറിവുള്ളവനായിരുന്നു. അതിൽ ആകർഷനായിരുന്നതിനാൽ ഇപ്രകാരമുള്ള ഒരു സംഭാഷണത്തിന് താല്പര്യപ്പെട്ടു എന്ന് നിർവിശങ്കം ചിന്തിക്കാം. പരീശന്മാർ ന്യായപ്രമാണത്തിൽ പണ്ഡിതരും അത് ശ്രദ്ധയോടെ പാലിക്കുന്നവരുമായിരുന്നു. എന്നാൽ അനുഷ്ഠാനങ്ങളിലുള്ള അവരുടെ തീവ്രമായ നിലപാടുകളും വ്യാഖ്യാനങ്ങളും പലപ്പോഴും
ആത്മീയതയെ വികലമാക്കിയിരുന്നു. എന്നാൽ നിക്കോദിമോസ് വിശാല ചിന്താഗതി പുലർത്തിയിരുന്നതായി കരുതാം. ശരിയായ സത്യാന്വേഷകനെ നിക്കോദിമോസിൽ കാണാം. ഈ അന്വേഷണം ആത്മാർത്ഥമായ നിക്കോദിമോസ് തുടർന്നു. അവൻ രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നു എന്നത് ആക്ഷരികമായും പ്രതീകാത്മകമായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പ്രതീകാത്മകമായ വസ്തുതകൾ വിവരിക്കുന്ന സമീപനം യോഹന്നാന്റെ സുവിശേഷത്തിൽ സാധാരണമാണ്. അതിനായി യോഹന്നാൻ പരിചിതമായ ഉദാഹരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. നിക്കോദിമോസ് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വരുന്നു. യൂദ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോകുന്നതായി യോഹന്നാൻ എഴുതുന്നു. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യോഹന്നാൻ 13:30. വസ്തുതകളെ ശരിയായി മനസ്സിലാക്കാൻ യോഹന്നാന്റെ രചനാരീതി അറിയേണ്ടതാണ്. വീണ്ടും ജനനം എന്ന ഗഹനമായ വിഷയം വേദഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു വ്യക്തിയുമായി ഇപ്രകാരമുള്ള യേശുവിന്റെ സംവാദം അപൂർവമാണ്. ആമുഖം കൂടാതെ ഈ വിഷയത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുന്നു. ക്രിസ്ത്യ വിശ്വാസത്തിലെ വളരെ പ്രസക്തമായ ഈ പ്രമേയം വിശദീകരിക്കാനുള്ള യോഹന്നാന്റെ ശ്രമമായും ഇതിനെ കാണാം. ക്രിസ്ത്യ സ്നാപനത്തെക്കുറിച്ചുള്ള നിർദ്ദേശമായി ഇത് പറയാൻ സാധ്യമല്ല. എന്നാൽ മാമോദിസയുടെ ദൈവശാസ്ത്രം ഈ സംഭവത്തിൽ ഉൾപ്പെടുത്തി വിശദീകരിക്കുന്ന സമീപനം സഭ സ്വീകരിച്ചിട്ടുണ്ട്. അത് അർത്ഥപൂർണവുമാണ്. അതുമായി ബന്ധപ്പെട്ട 3 ചിന്തകൾ ധ്യാനത്തിന് വിഷയമാക്കുന്നു. 1, മാമോദിസ വെളിപ്പെടുത്തുന്ന സാർവത്രികത. ക്രൈസ്തവ സഭയുടെ വിശ്വാസ സംഹിതയിൽ വിശുദ്ധ മാമോദിസ സുപ്രധാനമാണ്. അതിനാൽ ഒരു കൂദാശയായി ഇത് നിർവഹിക്കുകയും കൃപാമുഖാന്തരമായി പരിഗണിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ പരിച്ഛേദന പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും മാത്രം നൽകി വിശ്വാസത്തിലേക്ക് ചേർത്തിരുന്നു. ഇതിനെ ന്യായപ്രമാണ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരുന്നത്. ഇതിൽ ശക്തമായ ലിംഗവ്യത്യാസം നിലനിന്നിരുന്നു. ലോകരക്ഷകനായ യേശുവിന്റെ ജനനം ഒരു പുതിയ ദിശാബോധം നൽകിയ സംഭവമാണ്. യേശുക്രിസ്തു സമസ്ത ജനതകളുടെയും രക്ഷകൻ എന്ന സത്യമാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. ആരും തള്ളപ്പെടേണ്ടവരല്ല. മഹത്തായ ഈ സത്യമാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. അതിനാൽ സഭയിലേക്കുള്ള പ്രവേശനത്തിന് ലിംഗവ്യത്യാസമോ ഇതര സാഹചര്യങ്ങളോ തടസ്സമാകുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും മാമോദിസ നൽകി സഭയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയത്. വിശുദ്ധ മാമോദിസയാൽ വിഭജനത്തിന്റെ മതിൽക്കെട്ടുകൾ തകർക്കപ്പെടുന്നു. അലംഘനീയമെന്ന് കരുതിയിരുന്ന പരിച്ഛേദനയുടെ നിയമത്തിന് നൽകിയ ഒരു പൊളിച്ചെഴുത്തായിരുന്നു പുതിയ നിയമ സ്ഥാപനം. പൈതങ്ങളും ആൺപെൺ വ്യത്യാസങ്ങളും അടിമയും യജമാനനും വർണ്ണ വ്യത്യാസങ്ങളും പണ്ഡിതനും പാമരനും തുല്യതയോടെ ഒന്നിച്ച് ഒരു സമൂഹമായി തീരുന്നതിന് മാമോദിസ എന്ന കൃപാമുഖാന്തരം ഉപയോഗിക്കപ്പെടുന്നത് എത്ര ധന്യമാണ്. വഴിവാതിൽ സ്നാനം ഒന്നേ, ക്രിസ്തു വിധി ചൊല്ലുന്നേരം നമുക്കെല്ലാവർക്കും വലത്തുഭാഗം ഒന്നേ എന്ന ഗാനം വിശാലമായ ഈ കാഴ്ചപ്പാടിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ അനുഭവത്തിന്റെ യുഗാന്ത്യ ദർശനമാണ് വെളിപ്പാട് 7, 9, 10 വാക്യങ്ങളിൽ കാണുന്നത്. ഇതിനു ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അത്യുദാത്തമായ ചിന്ത സഭ പ്രാവർത്തികമാക്കണം. ഇത് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഒരു കുന്തമുന പോലെ സഭയുടെ നേർക്ക് ഉയർന്നു നിൽക്കുന്നു എന്ന സത്യം വിസ്മരിക്കരുത്. ഏവർക്കായും തുറക്കപ്പെടുന്ന കവാടമായി സഭ കാണപ്പെടണം. ജാതി മത വർണ്ണഭേദങ്ങളും ലിംഗവ്യത്യാസങ്ങളും സ്ഥാപനത്തിന്റെ അർത്ഥത്തിന് ഭംഗം വരുത്തുന്നതാണ്. സ്നാപനം അതിന്റെ പുണ്യതമായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ച് കേവലം ഒരു ആചാരമായി പരിണമിക്കരുത്. അങ്ങനെയെങ്കിൽ തിരുത്തപ്പെടണം. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ എന്ന് നിക്കോദിമോസിനോട് യേശു ചോദിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭയോടുള്ള ഒരു ചോദ്യമായി ഇതിനെ കാണണം. തിരുത്തൽ വേണ്ട സ്ഥാനങ്ങൾ തിരുത്തപ്പെടണം. മാമോദിസ വെളിപ്പെടുത്തുന്ന സാർവത്രികത നിസ്തുലവും ക്രൈസ്തവ വിശ്വാസത്തെ പ്രസക്തമാക്കുന്നതുമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ സത്യത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഗലാത്യർ 3:27-28. ഈ വിശ്വദർശനമാണ് മാമോദിസ നൽകുന്നത്. മാമോദിസ പുതിയ അനുഭവത്തിലേക്കുള്ള പ്രയാണം. യേശു നിക്കോദിമോസും തമ്മിലുള്ള സംവാദത്തിൽ പുതുജന്മത്തിന്റെ അനിവാര്യത കർത്താവ് വ്യക്തമായി പറയുന്നു. ഇതെപ്രകാരം സാധ്യമാണെന്ന സന്ദേഹം നിക്കോദിമോസ് പ്രകടമാക്കുമ്പോൾ അത് ദൈവിക പ്രവർത്തനത്തിൽ നിക്ഷിപ്തമാണെന്ന
യേശുവിന്റെ മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. യോഹന്നാൻ 3:7-8 വാക്യങ്ങൾ. കാറ്റിന്റെ ഉത്ഭവവും അതിന്റെ യാത്രയും ഉദാഹരണമായി കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മിൽ വരേണ്ട രൂപാന്തരത്തിന്റെ വിശദീകരണമാണ്. ഈ ചിന്തയുടെ മറ്റൊരു ദർശനമാണ് റോമർ 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവിതത്തിന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമർ 6:4-5. ഒരു ശിശുവിനെ മാമോദീസായാൽ കർത്താവിന്റെ ശരീരമായ സഭയിലേക്ക് ചേർത്ത് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വഴിയൊരുക്കുന്ന മഹത്തായ ശുശ്രൂഷയാണ് സഭ നിർവഹിക്കുന്നത്. ശിശുവിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളെയും സ്വാധീനിക്കുന്ന ആത്മീയ പരിപോഷണം നൽകാൻ സഭയ്ക്ക് ബാധ്യതയുണ്ട്. മാമോദീസയുടെ നിർവഹണത്തിൽ കൂടെ ഈ വലിയ ഉത്തരവാദിത്വ സഭയും മാതാപിതാക്കന്മാരും ഏറ്റെടുക്കുകയാണ്. സ്നാപനം പൂർണ്ണമായ അർത്ഥത്തിൽ എത്തുന്നത് ഈ വളർച്ചയിൽ സഭയുടെ കാര്യക്ഷമമായ പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ്. ക്രിസ്തു സഭയിലേക്കുള്ള എല്ലാവരുടെയും പ്രവേശനത്തിന് ഈ മാനദണ്ഡം ബാധകമാണ്. മറ്റൊരർത്ഥത്തിൽ പുതുജന്മത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണം മാമോദീസായാൽ ആരംഭിക്കുന്നു. ദൈവരാജ്യത്തിന്റെ പ്രതിനിധികളായി ലോകത്തിൽ പ്രവർത്തിക്കാനുള്ള വലിയ നിയോഗമാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ചിട്ടുള്ളവർക്കുള്ളത്. അവന് സംഭവിച്ച പുതുജന്മത്തിന്റെ സാക്ഷ്യം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോഴാണ് സഭ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളും യേശു ക്രിസ്തുവിനെ വായിക്കുന്ന പത്രങ്ങളുമാകുന്നത്. പുതുജന്മം ഒരു കർമ്മത്താൽ സംഭവിക്കുന്ന മാന്ത്രികതയല്ല, ദൈവ കൃപയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമാണെന്ന് കർത്താവ് നിക്കോദിമോസുമായുള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു. 3. യേശുവിന്റെ മരണ പുനരുദ്ധാനത്തെ ദൃശ്യമാക്കുന്ന മാമോദീസ. റോമർ 6:3-6 വരെയുള്ള വാക്യ ഭാഗത്ത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ക്രിസ്തീയ സ്നാപനത്തിന്റെ ദൈവശാസ്ത്രപരമായ വിശദീകരണം നൽകുന്നത് ശ്രദ്ധേയമാണ്. സ്നാപനത്തിന് അപ്പോസ്തലൻ നൽകുന്ന നിർവചനം പ്രൗഢവും വളരെ ശ്രദ്ധേയവുമാണ്. യേശുവിന്റെ ക്രൂശ് മരണം ഒരു രക്തസാക്ഷിയുടെ മരണമല്ലായിരുന്നു. സകല തിന്മകളും പാപങ്ങളും കർത്താവിന് ക്രൂശ് മരണം നൽകിയെങ്കിലും എല്ലാ നിഷേധ ഭാവങ്ങളെയും പരാജയപ്പെടുത്തി യേശു മരണത്തിൽ നിന്നും ഉദ്ധാനം ചെയ്തു. തിന്മകൾക്കും അനീതികൾക്കും ശാശ്വത ഭാവമില്ല എന്ന് ഉദ്ധാനം വിളംബരം ചെയ്യുന്നു. തിന്മകളുടെ ശക്തിയെ കീഴടക്കിയ സംഭവമായ ഉദ്ധാനത്തെ കാണാം. മാമോദിസ ക്രമത്തിലെ പ്രാർത്ഥന ഇപ്രകാരമാണ്: വഞ്ചനയുടെ മോഹങ്ങളാൽ ക്ഷയിപ്പിക്കുന്ന മനുഷ്യനെ ഉരിഞ്ഞു കളയുകയും തന്നെ സൃഷ്ടിച്ചവന്റെ സാദൃശ്യത്തിൽ പുതുതാക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തുവാൻ കൃപ നൽകണമേ. പുതിയ നിർവചനങ്ങൾക്ക് അതീതമാണ്, എന്നാൽ അനുഭവേദ്യമാണ്. പുതിയ സമൂഹത്തിലെ പുതിയ മനുഷ്യരായി തീരാനുള്ള ശക്തമായ അടയാളമായി സ്ഥാപനത്തെ കാണാവുന്നതാണ്. ഇപ്രകാരമുള്ള ശിക്ഷണത്തിൽ വളർത്തുവാനും വളരുവാനുള്ള പ്രതിജ്ഞ പ്രഖ്യാപിക്കുന്ന അനുഗ്രഹീത സന്ദർഭമായി സ്ഥാപനത്തെ കാണേണ്ടതാണ്. ഈ ചിന്തകളിൽ അധിഷ്ഠിതമായ ജീവിതമാണ് മാമോദീസ സ്വീകരിച്ചതിൽ ഉണ്ടാകേണ്ടത്. അവർ വ്യത്യസ്തത പുലർത്തുന്നവരും യേശു ക്രിസ്തുവിനെ വാക്കിലും ജീവിതത്തിലും പ്രദർശിപ്പിക്കുന്നവരുമാകണം. ആദിമസഭയിൽ ഈ സാക്ഷ്യത്തിന്റെ മനോഹരമായ ദൃഷ്ടാന്തങ്ങൾ ദൃശ്യമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തോട് അനുരൂപമാകുന്ന മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരു വലിയ ദൗത്യത്തിനായുള്ള ഒരുക്കമായി ഇതിനെ കാണാം. ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കുന്ന ജീവിതത്തിന്റെ ഗതിവിഗതികൾ വിവരണങ്ങൾക്കപ്പുറമാണ്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. യോഹന്നാൻ 3:8. ക്രൈസ്തവ സമൂഹം ലോകത്തിൽ ചലനവും തുടർ ചലനവും സൃഷ്ടിക്കുന്ന സമൂഹമാകണം. ഇത് ലോകത്തെ മാറ്റത്തിലേക്ക് നയിക്കുന്നതും പുതിയ മാനവികത സൃഷ്ടിക്കുന്നതുമാണ്. സഭ എത്തിച്ചേർന്ന എല്ലാ സ്ഥാനങ്ങളിലും രൂപാന്തരത്തിന്റെ അനുരണനങ്ങൾ കാണുവാൻ കഴിയും. ആദിമ സഭയും ശിഷ്യന്മാരും ലോകത്തെ കീഴിൽ മറിക്കുന്ന ശക്തിയായി തീർന്ന ചരിത്രം ആരും നിഷേധിക്കുകയില്ല. ഇതെന്നും എക്കാലവും ആവർത്തിക്കപ്പെടണം. ഇതാണ് കർത്താവിന്റെ നിയോഗത്തിൽ കാണുന്നത്. മാമോദീസയിലൂടെ ക്രിസ്തുവിന്റെ സത്വബോധം ശരിയായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കാത്തതാണ് ആത്മീയതയിലെ അപജയം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇത്തരണത്തിൽ ചിന്തനീയമാണ്. ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. ക്രിസ്ത്യാനികൾ സാധാരണക്കാർ, എന്നാൽ അസാധാരണമായ അവകാശവാദങ്ങളുള്ളവർ. ഇതിനെ നാം നല്ല അർത്ഥത്തിൽ സ്വീകരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വത്തെ അധികമായി സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം.
മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവർ ലോക മാനദണ്ഡങ്ങൾക്കപ്പുറമായി പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.